നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. കർത്താവിന്റെ താഴ്മയെ സൂചിപ്പിക്കുന്ന ഒരു ഗാനമാണ് ആലപിക്കുന്നത്. തേരുകളും രഥങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കർത്താവ് സഞ്ചരിച്ചത് ഒരു കഴുതയുടെ പുറത്താണ്. അപ്പോൾ കർത്താവിനെ എല്ലാവരെയും കൊണ്ടും ആവശ്യമുണ്ട്. ഈ അർത്ഥം വരുന്ന ഈ ഗാനം ശ്രവിക്കാം. ഇതിന്റെ കോറസ് ഹല്ലേലൂയ എന്ന കോറസ് എല്ലാവരും ചേർന്ന് പാടുവാൻ താല്പര്യപ്പെടുന്നു. രഥങ്ങളുള്ള നാട്ടിൽ ഒരു കഴുതപ്പുറമേലെ ഒരു രാജാവള്ളി, തേരുകളുള്ള നാട്ടിൽ രഥങ്ങളുള്ള നാട്ടിൽ ഒരു കഴുതപ്പുറമേലെ ഒരു രാജാവള്ളി. തേരുകളുള്ള നാട്ടിൽ രഥങ്ങളുള്ള നാട്ടിൽ ഒരു കഴുതപ്പുറമേലെ ഒരു രാജാവള്ളി. തുതിപ്പുകളൊന്നായി തടയാൻ പരിസേവർ തുനിഞ്ഞപ്പോൾ, തുതിപ്പുകളൊന്നായി തടയാൻ പരിസേവർ തുനിഞ്ഞപ്പോൾ ഈ കല്ലുകൾ പോലും പാടി സ്തുതിച്ചിടും. സത്യം സർവേശ്വരനെ പാടി സ്തുതിച്ചിടും. തുതിപ്പുകളൊന്നായി തടയാൻ പരിസേവർ തുനിഞ്ഞപ്പോൾ, തുതിപ്പുകളൊന്നായി തടയാൻ പരിസേവർ തുനിഞ്ഞപ്പോൾ ഈ കല്ലുകൾ പോലും സ്തുതിച്ചിടും. സത്യം സർവേശ്വരനെ പാടി സ്തുതിച്ചിടും. ഇടലുമൈക്യമുള്ള നാട്ടിൽ സുവിശേഷം യേശുജാതി ദേവനെ ദേവൻ ഹല്ലേലൂയ 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 ഹോശാന ഹല്ലേലൂയ 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 ഹോശാന. സ്തുതിപ്പാനായി നിന്നാത്മം ദൈവമുണ്ട് സ്വർഗത്തിൽ, സ്തുതിപ്പാനായി നിന്നാത്മം ദൈവമുണ്ട് സ്വർഗത്തിൽ. ദൈവനായി മൗനം അടിക്കരുതേ, എന്റെ സൃഷ്ടാവിനെ മറന്നു പോകരുതേ. സ്തുതിപ്പാനായി നിന്നാത്മം ദൈവമുണ്ട് സ്വർഗത്തിൽ, സ്തുതിപ്പാനായി നിന്നാ
ഹൃദയത്തോടി മാറി യേശു മാതൃകയേകുന്നു ഹൃദയത്തോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹോസാന. നല്ല ഗാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ കാത്തു. പ്രിയമുള്ളവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ കെ വി വർഗീസ് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ വിശുദ്ധ സഭായോഗത്തിൽ അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അതിലേക്കായി കരനീട്ടി എല്ലാ കരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കേട്ടതുപോലെ ഈ വിശുദ്ധ സഭായോഗത്തിൽ എത്തിച്ചേരുവാൻ താല്പര്യത്തോട് സഞ്ചരിച്ച് ആ വാഹനത്തിൽ അപകടപ്പെട്ട ദൈവ മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു അനർത്ഥം വരാതെ കർത്താവ് സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് അവിടുന്ന് വിടുവിക്കണം. മാത്രമല്ല, ജർമ്മനിയിൽ കർത്താവെ ആ സുഖമില്ലാതെ കഴിയുന്ന കുടുംബത്തിലെ ആ പ്രിയപ്പെട്ടവരുടെ ദൈവം പരിപൂർണ സൗഖ്യം നൽകി ദൈവം മാനിക്കണമേ. വിശുദ്ധ സഭൈക ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ അറിഞ്ഞ് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവ് കേൾക്കപ്പെടുവാൻ പോകുന്ന കർത്താവിന്റെ വചനത്തിനായി സ്തോത്രം. അവിടുത്തെ ഭൃത്യനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടത് നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജീവിതം തരക്കേടില്ലെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുൻപിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വിശുദ്ധ ജീവിതം എത്രത്തോളം ഒത്തുവരുന്നു എന്ന് ഇന്ന് പകൽക്കാലം നമുക്കൊരു സമയം ശോധന ചെയ്യാം. പെന്തക്കോസ്തിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പെന്തക്കോസ്തിൻ്റെ വിശുദ്ധിയിലേക്ക് മടങ്ങി വരാം. ദൈവമേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കും? ഞങ്ങൾ മടങ്ങി വരുവാൻ ദൈവമേ ഞങ്ങളെ മടക്കി വരുത്തണമേ. വിശുദ്ധി ജീവിതത്തിന് വേണ്ടി ഞങ്ങൾക്കൊരു മടങ്ങി വരവ് തരണമേ. മുഴങ്കാലിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെട്ട നാളുകളിൽ പ്രാർത്ഥിച്ചതുപോലെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് തരണമേ കർത്താവേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനത്തോട് ഒരു വല്ലാത്ത ആഭിമുഖ്യം രക്ഷിക്കപ്പെട്ട നാളുകളിൽ നമുക്കുണ്ടായിരുന്നു. എത്ര വചനം വായിച്ചാലും കൊതി തീരാത്ത അനുഭവം. അത് ദൈവാത്മാവ് നമുക്ക് മടക്കി തരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു കൺവെൻഷൻ നടന്നു, അത് സംബന്ധിച്ച് അത് കഴിഞ്ഞു പോയി എന്നതല്ല. ഇന്ന് പകൽ ആഴമായ ഒരു സമർപ്പണം, കർത്താവിനെ ആഴമായി ആശ്രയിക്കുവാൻ, കർത്താവിനെ അധികം സ്നേഹിപ്പാൻ, അവിടുത്തെ വേലയെ സ്നേഹിപ്പാൻ, അവിടുത്തെ നാമത്തെ സ്നേഹിപ്പാൻ, കർത്താവിനോടുള്ള നമ്മുടെ സ്വാമി ഭക്തി അത് അത്ര ആഴമായി ഒന്ന് വർദ്ധിക്കുവാൻ ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. നാം പ്രസംഗം കേട്ടത് കൊണ്ടായില്ല, ഒരു നിമിഷം അതിനോട് മുൻപിൽ ദൈവ കരങ്ങളിൽ സമർപ്പിച്ച് ആ വചനത്തോട് പ്രതികരിപ്പാൻ നമുക്കിടയാകട്ടെ. ഹല്ലേലൂയ. ദൈവജനമെല്ലാം കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ രണ്ട് കരങ്ങളും നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാം. എന്നെ സമർപ്പിക്കുന്നു കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, അങ്ങേ പോലെ ആകുവാൻ, ആഴമായി അങ്ങയെ സ്നേഹിപ്പാൻ, തീവ്രമായ പ്രാർത്ഥനയ്ക്കായി അങ്ങയുടെ വചനവുമായി കർത്താവേ ഏറിയ അഭിമുഖ്യം എനിക്ക് തരണമേ
എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏറിയ ആത്മഭാരം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തരട്ടെ. നിത്യതയെ കുറിച്ചുള്ള വാഞ്ച ദൈവം നമുക്ക് നൽകട്ടെ. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതോ നിത്യമാണ്. നമ്മുടെ കർത്താവ് വരാറായി. തന്റെ ജനത്തെ ചേർത്തുകൊള്ളുവാൻ, നാം ആ നിത്യഭവനത്തിൽ കാണപ്പെടുവാൻ ദൈവമേ എന്നെ നിന്റെ വരവെങ്കിൽ യോഗ്യനാക്കി നിർത്തണമേ. അതിനായി എന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും ഒരു നിമിഷം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലോകവുമായിട്ട് ഒത്തുചേർന്ന് പോകാതെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണങ്ങളെ നമ്മുടെ ജീവിത വഴിക്കനുസരിച്ച് വചനത്തോട് വിട്ടുവീഴ്ച ചെയ്യാതെ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടാം. മാലിന്യപ്പെട്ടിടാൻ തോടിടുക, മണവാളൻ വരവേറ്റം അടുത്തുപോയി. മാലിന്യപ്പെട്ടിടോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. പണിയാലയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങിയിടാം. പണിയാലയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മാലിന്യപ്പെട്ടിടോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. പണിയാലയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങിയിടാം. പണിയാലയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ശുദ്ധിമാന്മാർ പലർ വീണിടുന്നു, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നു. ശുദ്ധിമാന്മാർ പലർ വീണിടുന്നു, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നു. ലോകമോഹങ്ങൾ കവിതീരുന്നതാ ഒരുങ്ങിയിടാം. ലോകമോഹങ്ങൾ കവിതീരുന്നതാ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. 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 ദൈവം എന്നോട് സംസാരിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ ഹിതം പോലെ എന്നെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ
തങ്ങളുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും തൽസ്ഥാനങ്ങളിൽ ഇരിക്കാം. ആരാധനയുടെ ഏറ്റവും സുപ്രധാനമായ ഭാഗത്തേക്ക് നാം വന്നിരിക്കുകയാണ്. ചുരുങ്ങിയ ചില മിനിറ്റുകൾ എടുത്ത് കർത്തൃമേശാചരണം നടത്തി നമ്മുടെ കർത്താവിൻ്റെ നാളിനു വേണ്ടി ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് സുവിശേഷീകരണത്തിനായി ഒരു പുനർ നടത്തി സന്തോഷത്തോടെ ഈ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുവാനുള്ള നിമിഷങ്ങളാണ്. വന്ന എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ മേശ ആചരിക്കുവാനുള്ള ചില മിനിറ്റുകളിലൂടെ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ആരും ഇത് കഴിയാതെ പോകരുത്. ആശീർവാദം പറയാതെ ആരും ഭക്ഷണത്തിന് ക്യൂ പോയി നിൽക്കരുത്. ദൈവത്തിൻ്റെ വചനത്തെ ബഹുമാനിക്കുക, ദൈവ സാന്നിധ്യത്തെ ബഹുമാനിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തെ ഓർമ്മിപ്പിക്കുന്ന വിശുദ്ധ സംസർഗത്തിനരികിലേക്ക് അത്രേ ഇന്ന് പകൽ നാം അടുത്തു വന്നിരിക്കുന്നത്. ഈ കൂട്ടായ്മ നമുക്കേവർക്കും ജീവന്റെ സമൃദ്ധി പ്രാപിപ്പാൻ കാരണമാകട്ടെ. കർത്താവിൻ്റെ നാളിനു വേണ്ടി കാത്തിരിക്കുവാൻ നമ്മുടെ ഉള്ളങ്ങളെ ഈ കൂട്ടായ്മ പിന്നെയും ഉണർത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ മാത്യു നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി മുൻപോട്ട് കടന്നു വന്ന് ഈ കർത്തൃമേശ ജനത്തിന് സെർവ് ചെയ്യുവാൻ നിയോഗിതരായിരിക്കുന്ന പ്രിയ കർത്തൃദാസന്മാരെ ആരൊക്കെയാണെന്ന് എല്ലാവരുടെയും പേർ സഹിതം ചിലപ്പോൾ വരെ പറയാൻ കഴിയില്ല. അദ്ദേഹം കാര്യം ഇവിടെ പ്രസ്താവിക്കുന്നതാണ്. കർത്തൃമേശയിൽ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും, സെക്ഷൻ പ്രിസ്പിറ്റേഴ്സ് എല്ലാവരും, ആരുടെയും പേരുകൾ ഞാൻ പ്രത്യേകം പറയുന്നില്ല, എല്ലാ സെക്ഷൻ പ്രിസ്പിറ്റേഴ്സും അവരെ കൂടാതെ ഞാൻ താഴെ പേര് വായിക്കുന്ന കർത്തൃദാസന്മാർ കൂടെ ശുശ്രൂഷയ്ക്കായി മുൻപോട്ട് വരുവാനായിട്ട് ഓർപ്പിക്കുന്നു. പാസ്റ്റർ കെ യു പീറ്റർ, പാസ്റ്റർ ബേബി ജോൺ, പാസ്റ്റർ വി ജെ ചാണ്ടി, പാസ്റ്റർ കെ കെ വിൽസൺ, പാസ്റ്റർ ഇ എം ചെറിയാൻ, പാസ്റ്റർ ഈശോ ജോൺ, പാസ്റ്റർ സാം തോമസ് കോട്ടക്കൽ, പാസ്റ്റർ സാം തോമസ് ചീരാൽ, ഓസ്റ്റിൻ വൈദാനം, പാസ്റ്റർ ഇ പി വർഗീസ്, പാസ്റ്റർ പി എം ജോർജ്, പാസ്റ്റർ എൻ ജെ ജോസഫ്, പാസ്റ്റർ പ്രകാശ് സ്റ്റീഫൻ, പാസ്റ്റർ സി എം ബിനു, പാസ്റ്റർ ടി സി വർഗീസ്, പാസ്റ്റർ പി ജെ സാമുവേൽ, പാസ്റ്റർ തോമസ് അബ്രഹാം, പാസ്റ്റർ കെ കെ തങ്കച്ചൻ, പാസ്റ്റർ ഇ എം മാത്യു, പാസ്റ്റർ രമേശ് സ്റ്റീഫൻ, പാസ്റ്റർ കെ വി മത്തായി, പാസ്റ്റർ ജെയിംസ് മാത്യു, പാസ്റ്റർ സജി എൻ ബി, പാസ്റ്റർ ജോർജ് വർഗീസ്, പാസ്റ്റർ ജെ എൽ റോബർട്ട്, പാസ്റ്റർ അനീഷമായി, പാസ്റ്റർ ജെ സെൽവരാജ്, പാസ്റ്റർ കെ വി വർഗീസ്, പാസ്റ്റർ ഡേവിഡ് ജോൺ, പാസ്റ്റർ വർഗീസ് മാത്യു, പാസ്റ്റർ പി പി ഐസക്, പാസ്റ്റർ മത്തായി പുന്നൂസ്, പാസ്റ്റർ ഡോക്ടർ വി ജെ സാമുവേൽ, പാസ്റ്റർ ഇടിക്കുള തോമസ്, പാസ്റ്റർ മാത്യു ഡേവിഡ്, പാസ്റ്റർ സിജു സി എസ്. ഈ ദൈവദാസന്മാർ കൂടെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുന്ന സഹകരിപ്പാനായിട്ട് ഓർപ്പിക്കും. കർത്തൃമേശ ആചരണം ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ആജ്ഞയാണ്. ഇത് അനുവർത്തിക്കുക എന്നുള്ളത്. ഇത് സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചന നമുക്ക് ഉൾക്കൊള്ളാതെ ഇതിലേക്ക് പ്രവേശിപ്പാൻ സാധ്യമല്ല. ചുരുങ്ങിയ വാക്കുകളിൽ, വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ദൈവവചനത്തിൻ്റെ നിർദ്ദേശം പാസ്റ്റർ വി സി എബ്രഹാം, നമ്മുടെ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ നമ്മോട് പങ്കുവയ്ക്കും. നമ്മുടെ ആരാധനയുടെ ഒടുവിലത്തെ നിമിഷങ്ങളിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണല്ലോ. തുടക്കം മുതൽ നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം നമുക്ക് ആത്മീയ ചൈതന്യവും ജീവനും പ്രത്യാശയും നമ്മിൽ ഉളവാക്കുകയാണ്. നാം പിരിഞ്ഞു പോകും മുമ്പേ ഒരിക്കലും അവഗണിപ്പാൻ കഴിയാതെ വണ്ണം വളരെ ആദരവോടും ബഹുമാനത്തോടും ഭക്തിയോടും കൂടെ
ആചരിപ്പാൻ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള, നമ്മുടെ കർത്താവ് നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള ഈ തിരുമേശയോട് ഇന്ന് പകൽക്കാലം ദൈവസഭ ഒരിക്കൽ കൂടെ അടുത്തു വരുവാനായിട്ട് നമുക്ക് സമർപ്പിക്കുക. പത്മോസിൽ വിശുദ്ധ യോഹന്നാൻ കണ്ട യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളിൽ ഈ ആരാധനാ മധ്യേ നമുക്ക് ദർശിപ്പാനിടയായി. താൻ കേട്ട ദൈവശബ്ദം നമുക്കും ഇന്ന് ഈ ആഴ്ചയുടെ ആരംഭ ദിനത്തിൽ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇതുവരെ നാം പാടിക്കൊണ്ടിരുന്നത്, നാം ഉയർത്തിക്കൊണ്ടിരുന്നത്, നാം കേട്ടുകൊണ്ടിരുന്നത് എല്ലാം തന്നെ നമ്മുടെ കർത്താവിനെയാണ്. എന്നാൽ ഈ തിരുമേശയിൽ നാം ഇന്ന് പകൽ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നതിലപ്പുറമായി കർത്താവിനെ രുചിപ്പാൻ കൂടെ പോവുകയാണ്. ഈ തിരുമേശ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ കേൾക്കാൻ മാത്രമല്ല, കാണാൻ മാത്രമല്ല, യേശുവിനെ നമുക്ക് രുചിപ്പാനും കൂടെയാണ്. ഹല്ലേലൂയ. നമുക്ക് തിരുവത്താഴ് സംബന്ധിച്ചുള്ള ശുശ്രൂഷകൾക്ക് ആധാരമായ ദൈവവചനം നമ്മുടെയൊക്കെ പ്രാദേശിക സഭകളിൽ നാം ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗം ആവശ്യമില്ല. ഈ ശുശ്രൂഷയ്ക്ക് ആധാരമായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് വളരെ വേഗത്തിൽ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ ധ്യാനത്തിനായി വായിക്കുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനമായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് കൽപ്പിച്ചു തന്ന ഈ തിരുമേശ, ദിസ് ഈസ് ലോർഡ്സ് ടേബിൾ. ഇത് കർത്താവിൻ്റെ മേശയാണ്. നമ്മുടെ സംഘടനയുടെ മേശയല്ല, സഭയുടെ മേശയല്ല, ഒരു വിഭാഗത്തിൻ്റെ മേശയല്ല. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി ലോർഡ്സ് ടേബിൾ. എന്തുകൊണ്ടാണ് ഇത് ലോർഡ്സ് ടേബിൾ? ദ ലോർഡ് ഈസ് വെരി പ്രസൻറ്റ് ഹിയർ. ഈ തിരുമേശയുടെ മുമ്പിൽ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയും എന്നുള്ളതാണ്. ദൈവവചനം ശ്രദ്ധിക്കുക. ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുമ്പോൾ നാം ധ്യാനിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇത് നമ്മോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടലാണ്. ഹല്ലേലൂയ. We need to recognize his love towards us. നമ്മെ അവൻ സ്നേഹിച്ചു എന്നുള്ളത് ഒരു ആശ്ചര്യമാണ്, ഒരു മഹാ അത്ഭുതമാണ്. കാരണം സ്നേഹിക്കപ്പെടുവാൻ നമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു യോഗ്യതയും നമ്മിൽ ഉണ്ടായിരുന്നില്ല. വചനം പറയുന്നത് നാം അഭക്തരായിരുന്നു, പാപികളായിരുന്നു, ദോഷികളായിരുന്നു. അങ്ങനെയുള്ള നമ്മെ, മാനവവർഗത്തെ യേശു സ്നേഹിച്ചു എന്നുള്ളതാണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സവിശേഷത. ഹല്ലേലൂയ. ഗുണവാന്മാരെ, നന്മ ചെയ്യുന്നവരെയൊക്കെ സ്നേഹിപ്പാൻ ആളുകളുണ്ടാകാം, എന്നാൽ യേശുവിൻ്റെ സ്നേഹം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് പാപികളായി മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന, ദൈവശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ കർത്താവിൻ്റെ മേശയോട് ഇന്ന് പകൽക്കാലം ദൈവജനം അടുത്തു വരുമെങ്കിൽ ഇത് നമുക്കൊരു പുതുജീവനും ഉണർവും നമ്മിൽ ഉളവാക്കുവാനായിട്ടിടയായിത്തീരും. ആരും നിർവികാരികളായി മേശയോട് ഇന്ന് പകൽ അടുത്തു വരുവാൻ പാടില്ല. ഈ അപ്പവീഞ്ഞുകളോട് അടുത്തു വരുമ്പോൾ, ഈ അപ്പം നുറുക്കി നമ്മുടെ അടുക്കൽ ലഭിക്കുമ്പോൾ, കർത്താവേ, അങ്ങയുടെ ശരീരം എനിക്ക് വേണ്ടി നുറുക്കപ്പെടാൻ, അതെനിക്ക് വേണ്ടി തരുവാൻ ഞാൻ യോഗ്യനായിരുന്നില്ല, എന്നാൽ അങ്ങയുടെ സ്നേഹം മാത്രമാണ് അങ്ങ് എനിക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുവാൻ അങ്ങയെ പ്രേരിപ്പിച്ചത് എന്നുള്ള ധ്യാനത്തോടെ, സ്നേഹത്തോടെ, നന്ദിയോടെ നമുക്ക് വേണ്ടി കാട്ടിത്തന്ന ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മേശയോട് നമുക്ക് അടുത്തു വരാം. നാം ഓർക്കണം, ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് മാനവർഗം അനുഭവിക്കേണ്ട പാപത്തിന് ശിക്ഷ മുഴുവനും യേശുവിൻ്റെ മേൽ ചുമത്തപ്പെടുകയായിരുന്നു. ലോകത്തിൽ യേശുവിൻ്റെ മരണം പോലെ ഒരു മരണം ഉണ്ടായിട്ടില്ല. തൻ്റെ ജനനം, ജീവിതം, ഇത് രണ്ടും അതുല്യമായിരുന്നത് പോലെ യേശുവിൻ്റെ മരണവും അതുല്യമായിരുന്നു. ലോകത്തിൽ ആരെങ്കിലും
ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കോടതി വിധിച്ചിട്ടും ഒരു കുറ്റവാളിയെ പോലെ അതേ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? യേശു മാത്രമേ ഉള്ളൂ. അവൻ നീതിമാനെന്ന് തന്നെ വിസ്തരിച്ച് എല്ലായിടത്തും പ്രസ്താവിക്കപ്പെട്ടിട്ടും അവനൊരു കുറ്റവാളിയെ പോലെ നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. എന്തിനാ? എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ ആകുകയായിരുന്നു. പ്രവാചകനായ യെശയ്യാവ് 53-ാം അധ്യായത്തിൽ പറയുന്നത്, നമ്മുടെ ശിക്ഷ അവൻ്റെ മേലായി, നമുക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടു. നാം നമ്മുടെ മുഴുവൻ ആളത്വത്തിലും തകർക്കപ്പെടേണ്ട ഇടത്ത് നമുക്ക് പകരം അവൻ തകർക്കപ്പെട്ടു. ഇന്ന് പകൽ ഹൃദയം ദൈവസന്നിധിയിൽ നന്ദിയോടെ അർപ്പിക്കാം. ദൈവത്തിന് നമ്മുടെ നന്ദി അറിയിക്കാം. നമ്മുടെ ശരീരാത്മദേഹികളെ ദൈവത്തിന് സമർപ്പിക്കാം. എനിക്ക് വേണ്ടി മരിച്ച യേശുവേ, അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഈ തിരുമേശയോട് അടുത്തു വരുന്ന എന്നെ ഇതാ സമർപ്പിക്കുന്നുവെന്ന് എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തിരുമേശ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. ശരീരത്തെ വിവേചിക്കാതെ ഇത് ഭക്ഷിക്കരുത്, ശിക്ഷിക്കപ്പെടും. ഇന്ന് പകൽ നമ്മെ തന്നെ വിവേചിക്കാം. നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തെ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടവന്റെ രക്തത്തെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് എന്നും ഓർക്കുവാൻ കഴിയുന്ന ഒരു മരണമാണ് യേശുവിൻ്റെ മരണം. ലോകത്തിലെ മഹത്തുക്കളുടെ മരണമൊക്കെ അത് ഓർമ്മ, ഒരു ലജ്ജയോ അപമാനമായോ ഒക്കെ നിലകൊള്ളുമ്പോൾ യേശുവിൻ്റെ മരണം ദൈവസഭയ്ക്ക് എന്നും അഭിമാനമാണ്. നമ്മുടെ ഈ വർത്തമാനകാലത്തിൽ മാത്രമല്ല യേശുവിൻ്റെ മരണം നാം ഓർക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ വിശുദ്ധന്മാർ സ്വർഗത്തിൽ പാടുന്ന പാട്ടിന്റെ തീം, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നീ അറുക്കപ്പെട്ടു. ഇന്ന് പകൽ കരങ്ങൾ ഉയർത്തി പറ, യേശുവേ നീ എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അത് നമ്മുടെ ഈ ഭൂമിയിലെ പാട്ട് മാത്രമല്ല, സ്വർഗത്തിലും നമ്മുടെ ഗാനം അതാണ്, നമ്മുടെ ധ്യാനം അതാണ്. അവൻ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. നമ്മെ ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് അവൻ വീണ്ടെടുത്തു. രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഒരു കാര്യം ദൈവസഭ മറക്കരുത്, നാം അനുഭവിക്കുന്ന ദൈവിക സന്തോഷം, പ്രത്യാശ, സമാധാനം, സ്വാതന്ത്ര്യമെല്ലാം അതിനുവേണ്ടിയുള്ള പ്രൈസാണ്, അതിനുവേണ്ടിയുള്ള വിലയാണ് കാൽവറിയിൽ യേശു മുടക്കിയത്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ദൈവമക്കൾ, ഈ ഭൂമിയിൽ കഷ്ടങ്ങൾ നമുക്കുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതിൻ്റെ മധ്യേ ജീവിച്ച് യേശുവിനെ സാക്ഷിപ്പാൻ നമുക്ക് നമ്മുടെ അന്തരംഗത്തിൽ ദൈവം തരുവാൻ, ജീവൻ തരുവാൻ അവൻ നൽകിയിരിക്കുന്ന അപ്പവും വീഞ്ഞുമാണ് ഇന്നിവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ തിരുമേശ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ജീവൻ ലഭിക്കുക മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾക്കും സൗഖ്യമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. എത്ര പേർ ദൈവമക്കൾ ഇതിനിടയിലുണ്ട്? ഈ ശുശ്രൂഷയിലൂടെ ആമേൻ അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കുകയും പാനം ചെയ്തതിലൂടെ രോഗസൗഖ്യം മാറിയ അനേക ദൈവമക്കളുണ്ട്. ആ അനുഭവമുള്ളവർ ദൈവത്തെ സ്തുതിക്കാമോ? അതിനൊരു സാക്ഷിയാണ് ഞാൻ. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ സൗഖ്യം, നമ്മുടെ സന്തോഷം, നമ്മുടെ ജീവൻ, നമ്മുടെ സമാധാനം, നമ്മുടെ ഐശ്വര്യമെല്ലാം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കാൽവറിയിൽ ചെയ്തത് നിമിത്തമായി ഉളവായതാണ്. ഇന്ന് പകൽക്കാലം ആ ധ്യാനത്തോടെ ഈ തിരുമേശയോട് അടുത്ത് വരാം. ഈ മേശ നമ്മോട് വിളിച്ചറിയിക്കുന്നത് നമുക്കൊരു മുമ്പിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. സ്തോത്രം. ഒരിക്കൽ മരിച്ചവൻ, കല്ലറയിൽ അടക്കപ്പെട്ടവൻ, ഉയർത്തെഴുന്നേറ്റവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് കരേറിപ്പോയി. താൻ പോകുമ്പോൾ പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ഹല്ലേലൂയ. അവൻ വന്നിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഈ മേശ അനുഷ്ഠിപ്പാൻ നമുക്ക് അവസരം കിട്ടുമായിരുന്നില്ല. കഴിഞ്ഞ ആണ്ടിൽ നാം ഈ കൂട്ടായ്മയുടെ അടുത്ത് വന്നു, നാം പ്രത്യാശിച്ചു മടങ്ങിപ്പോയി. യേശു വന്നില്ല. ജീവിപ്പാൻ ഒരാണ്ടുകൂടെ നമുക്ക് തന്നു. ഇന്ന് ഈ മേശ അനുഷ്ഠിക്കുന്നു. അടുത്ത ആണ്ടിൽ ഇതുപോലെ കൂടി വന്ന് ഈ തിരുമേശയോട് അടുക്കുവാൻ നമ്മൾ ആരുണ്ടാകും? ഈ ഭൂമിയിൽ നാം അവശേഷിക്കപ്പെടുമോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവ് നാം കേട്ടതുപോലെ നമുക്ക് വേണ്ടി വേഗം വരികയാണ്. ആ കർത്താവിൻ്റെ വരവോളം അവനെ ഓർക്കാം, അവൻ്റെ സ്നേഹത്തെ ധ്യാനിക്കാം. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ശരീരം അർപ്പിക്കാം, നമ്മുടെ ധനം അർപ്പിക്കാം, നമ്മുടെ മാന്യതകൾ അർപ്പിക്കാം, നമ്മുടെ കിരീടങ്ങൾ അർപ്പിക്കാം. എവറിഥിങ്, എല്ലാം ഈ കർത്താവിൻ്റെ മുമ്പിൽ ഇന്ന് പകൽ അർപ്പിച്ചുകൊണ്ട് താഴ്മയോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ ഈ തിരുമേശയോട് അടുത്ത് വരാം. ഈ കൂട്ടായ്മ ഇന്ന് പകൽക്കാലം നമുക്ക് ഏറെ അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. വളരെ ഹ്രസ്വമെങ്കിലും നമ്മുടെ ഉള്ളത്തെ ഉണർത്തിയ ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മുടെ ശിരസ്സുകളെ വണക്കാം.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ഈ തിരുവത്താഴ് ശുശ്രൂഷയ്ക്കായി പേർ വിളിക്കപ്പെട്ട കർത്തൃദാസന്മാർ അവരെല്ലാവരും ഈ മുൻവശത്തേക്ക് വന്നു നിൽക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും താഴത്തേക്ക് ഇറങ്ങി ഇതിൻ്റെ ശുശ്രൂഷയിൽ സഹകരിപ്പാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രസ്ബിറ്റേഴ്സ്, ക്രൂശിന്മേൽ കാണുന്ന താരിതാ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കാ ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കാ ചാകുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോൾ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഈ അപ്പത്തെയും പാനപാത്രത്തെയും കർത്താവ് അനുഗ്രഹിച്ച് തരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇതിൽ നിന്ന് പങ്കാളികളാകുവാൻ ദൈവസന്നിധിയിൽ സമർപ്പിതരായവർ തങ്ങളുടെ സ്ഥാനങ്ങളിൽ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ അപ്പം പ്രാർത്ഥിച്ച് പാനപാത്രവും പ്രാർത്ഥിച്ച് ഈ അപ്പം നുറുക്കുകയും പാനപാത്രം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അവരുടെ മുൻപാകെ ഒരുക്കപ്പെട്ടിരിക്കുന്ന
ഈ ബ്രെഡ് മുറിക്കുകയും പാനപാത്രത്തിൽ നിന്ന് ദ്രാക്ഷരസം അത് ഗ്ലാസുകൾ പകർന്ന് നിയോഗിതരായിരിക്കുന്ന കർത്തൃദാസന്മാർക്ക് ഏൽപ്പിക്കേണ്ടതും ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനെ തന്നി ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ, ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ട അവിടുത്തെ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ താഴ്മയോടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ചൊരിഞ്ഞ രക്തം ഞങ്ങളുടെ മനസാക്ഷിയുടെ കറകളെ പോക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കേണ്ടതിന്, ഞങ്ങളെ നിത്യതയ്ക്കായി ഒരുക്കേണ്ടതിന്, ഞങ്ങളുടെ പാപത്തിന്റെ കറകളെ നീക്കുവാൻ അവിടുന്ന് ചിന്തിയ രക്തം, അതിൻ്റെ നല്ല ഓർമ്മകളെ ഇന്ന് പകൽ ഞങ്ങൾ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ അപ്പവും പാനപാത്രവും ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ. ഇതിൽ നിന്ന് പങ്കാളികളാകുന്നതിന്റെ ജനവും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവന് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം അനേകരുടെ പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള രക്തം, കർത്താവിന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷിയുടെ കറകളെ പോക്കി നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന് ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ദൈവപുത്രനായ യേശുവിന്റെ വിലയേറിയ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി ഇതിൽ നിന്ന് പാനം ചെയ്തും നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാ നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ അറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ മകനേ, നീ മകനായിടുവാൻ. മകനേ മകനേ, നീ മകനായിടുവാൻ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു. നിൻ പാപം പോക്കുവാനല്ലയോ
ശിരസിൽ താഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിൽ താഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ മകനേ മകനേ നീ മാന്യനായിടുവാൻ മകനേ മകനേ നീ മാന്യനായിടുവാൻ കാൽവരിയിൽ നീരക്കാൽ കീഴടങ്ങിടുന്നു കാൽക്കരങ്ങൾ നീരക്കാൽ തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നീരക്കാൽ തകർന്നിടുന്നു നീ നോക്കുക നീനക്കായി തകർന്നിടുന്നു കള്ളന്മാർ നടുവിൽ കിടന്നതോ നിന്നെ ഉയർത്തുവാനല്ലയോ മാവീടമാഴമായി മുറിഞ്ഞത് സൗഖ്യം നീനേകാനല്ലയോ കള്ളന്മാർ നടുവിൽ കിടന്നതോ നിന്നെ ഉയർത്തുവാനല്ലയോ മാവീടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നീനേകാനല്ലയോ മകനേ മകനേ നീ മാന്യനായിടുവാൻ മകനേ മകനേ നീ മാന്യനായിടുവാൻ കാൽവരിയിൽ നീരക്കാൽ കീഴടങ്ങിടുന്നു കാൽക്കരങ്ങൾ നീരക്കാൽ കീഴടങ്ങിടുന്നു മകനേ നീ നോക്കുക നീനക്കാൽ തകർന്നിടുന്നു മകനേ നീ നോക്കുക നീനക്കാൽ തകർന്നിടുന്നു കണ്ടാലോ ആളറിയുകില്ല ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു കണ്ടാലോ മുഖശോഭയില്ല ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു മകനേ മകനേ നീ മാന്യനായിടുവാൻ
ആശ്ചര്യമേ വാരാൽ വന്ദിച്ചിടാം. ആശ്ചര്യമേ വാരാൽ വന്ദിച്ചിടാം. കൃപയേ 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 ചിന്തിയല്ലോ സ്വന്തരക്തമേനിക്കാം. ചിന്തിയല്ലോ സ്വന്തരക്തമേനിക്കാം. ആശ്ചര്യമേ ആരാൽ വന്ദിച്ചിടാം. ആശ്ചര്യമേ ആരാൽ വന്ദിച്ചിടാം. കൃപയേ 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 ദൂരത്തിരുന്ന ദ്രോഹിയാമെന്നെ. ദൂരത്തിരുന്ന ദ്രോഹിയാമെന്നെ. ചാരപ്രാണച്ചിടുവാനേറ്റ കഷ്ടം. ചാരപ്രാണച്ചിടുവാനേറ്റ കഷ്ടം. കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ. കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ കാട്ടിയതാം അൻപിതോ അൻപിതോ അൻപിതോ. ഈ തിരുമേശ അനുഷ്ഠിപ്പാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് അപ്പവും പാനപാത്രവും നിങ്ങളുടെ അടുക്കൽ എത്തിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് കരങ്ങളെ ഉയർത്തി കാണിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സെർവ് ചെയ്ത കർത്തൃദാസന്മാർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അവർക്ക് അപ്പവും പാനപാത്രവും നൽകുന്നതാണ്. സ്തോത്രത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വീണ്ടും ഇത് സംബന്ധിച്ച ഗാനം നമുക്ക് ശ്രവിക്കാം. കാൽകരങ്ങൾ ഇരുമ്പാണികളാലേ. കാൽകരങ്ങൾ ഇരുമ്പാണികളാലേ. ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ. ചേർത്തടിച്ചു ആശ്ചര്യമേ വാരാൽ വന്ദിച്ചിടാം. ആശ്ചര്യമേ വാരാൽ വന്ദിച്ചിടാം. കൃപയേ 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 കൃപയേ. എന്തു ഞാനേ കീടും നിന്നോടെ ചേർക്കാം. എന്തു
ഞാനേകിടും നിന്നോടെ ചിന്തിക്കൂ ഞാനല്ലോ ചിന്തിക്കൂ ഞാനല്ലോ കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച ആത്മീക പദവിക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. 2016 ദൈവപുത്രന്റെ പ്രത്യക്ഷത നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് അനുവദിക്കുമെങ്കിൽ ആ നല്ല ഭാവി ഓർത്തും നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമുക്കെല്ലാവർക്കും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാം ചില നിമിഷങ്ങളൂടെ. തിരുവെഴുത്തിന്റെ ആലോചന ദയവായി ശ്രദ്ധിച്ചാലും സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ ഓർമ്മിപ്പിച്ചുണർത്തുന്ന പ്രത്യാശയുടെ ഒരു ഗാനം, അതിന്റെ ചില സ്റ്റാൻസ നാം ചേർന്ന് പാടുമ്പോൾ നാം കേട്ട തിരുവെഴുത്തിന്റെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത് നിൽക്കുന്ന സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുംബനം ചെയ്തും ദൈവത്തിന്റെ വചനത്തിന്റെ പ്രബോധനം നമുക്ക് കൈക്കൊള്ളാം. Hallelujah.
വാനിൽ ചേർന്നിടുമേ ഉയർന്നു വാനിൽ ചേർന്നിടുമേ തീരാത സന്തോഷം തീരാത സന്തോഷം തീരാത സന്തോഷം പ്രാപിക്കുമവർ തീരാത സന്തോഷം തീരാത സന്തോഷം തീരാത സന്തോഷം പ്രാപിക്കുമവർ ഇവനൊളി ഭൂമിയെ കാത്തും ശുദ്ധൻ രൂപാന്തരം പ്രാപിക്കുമാനേരത്തെ ഇവനൊളി ഭൂമിയെ കാത്തും ശുദ്ധൻ രൂപാന്തരം പ്രാപിക്കുമാനേരത്തെ ഇത് സ്വരത്തോടും അപ്പോഴും ഇത് സ്വരത്തോടും അപ്പോഴും കരങ്ങളെ ഉയർത്തി നമുക്ക് വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം കൂടെ എല്ലാവരും ഇരിക്കുക, പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ ആരാധന ഇവിടെ സമാപിക്കുന്നുള്ളൂ. ഭക്ഷണത്തിന് ദയവായി ഇപ്പോഴും എഴുന്നേറ്റ് പോകരുത്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഭക്ഷണം അവിടുത്തെ പോയി നിന്നാലും സെർവ് ചെയ്ത് കിട്ടില്ല. ആശീർവാദം പറഞ്ഞ് അനന്തരം മാത്രമേ അവിടെ ഭക്ഷണം വിളമ്പുകയുള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിലും ഇതുവരെ കാണിച്ച സഹിഷ്ണുതയും സഹകരണവും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ കെ മാത്യു മുൻപോട്ട് ഇവിടെ കടന്നു വന്ന ദൈവജനത്തിന്, ഇതിൻ്റെ സംഘാടകർക്ക്, ഇതിൽ പങ്കെടുത്ത, ഇതിൽ ശുശ്രൂഷ ചെയ്തവർക്ക് ഒക്കെയുള്ള നന്ദി രേഖപ്പെടുത്തുവാൻ നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സമ്മേളനങ്ങൾ നടക്കുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ 19ാമത് ജനറൽ കൺവെൻഷനും മിനിസ്റ്റേഴ്സ് സെമിനാറും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തപ്പെട്ടു. ഇന്ന് പൊതുസഭായോഗത്തോടുകൂടെ ഈ വർഷത്തെ നമ്മുടെ ശുശ്രൂഷകൾ ഇവിടെ പര്യവസാനിക്കുകയാണല്ലോ. ഈ അനുഗ്രഹീത ദിനത്തിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ എല്ലാ മഹത്വവും നാം കർത്താവിന് അർപ്പിക്കുകയാണ്. എല്ലാ പുകഴ്ചയും ദൈവത്തിനുള്ളതാണ്. കർത്താവിന് സ്തോത്രം. നാം കാര്യങ്ങളെ ക്രമീകരിക്കുന്നു, ചിന്തിക്കുന്നുവെങ്കിലും എല്ലാം ആ കാര്യങ്ങൾ നടപ്പിലാക്കി തരുന്നത് ദൈവമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ആത്മീക ശുശ്രൂഷകളെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച ദൈവത്തിന് പ്രാരംഭമായി എല്ലാ മഹത്വവും സ്തുതിയും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും നമ്മുടെ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് പാസ്റ്റർ വി ടി എബ്രഹാം, അത് ആ കർത്താവിന്റെ ദാസനോട് ചേർന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ വി സി എബ്രഹാം, പാസ്റ്റർ ടി ഒ സാബു, പാസ്റ്റർ സി വി വിൽസൺ തുടങ്ങിയ കർത്തൃദാസന്മാരെയും അവരുടെ നേതൃത്വത്തിനും ഈ ശുശ്രൂഷകളുടെ വിജയത്തിന് പിന്നിലുള്ള അവരുടെ എല്ലാ ശുശ്രൂഷകൾക്കും നമ്മുടെ ഡിസ്ട്രിക്ട് കൗൺസിലിന് വേണ്ടി പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന എല്ലാ ശുശ്രൂഷയിലും ദൈവത്തിന്റെ വചനം നമ്മോട് പങ്കുവയ്ക്കുവാൻ അതാത് സമയങ്ങളിൽ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവദാസന്മാരുണ്ട്. ആദ്യ ദിവസം ദൈവവചനം പങ്കുവെച്ച നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ട്, അതുപോലെ സെക്കൻഡ് ഡേ ദൈവവചനം പങ്കുവെച്ച ഡോക്ടർ കെ മുരളീധർ, കഴിഞ്ഞ പകലും ഇന്ന് പകലും നമ്മോട് ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി ശുശ്രൂഷിച്ച ഡോക്ടർ മാത്യു ജോർജ്, അതുപോലെ നമ്മുടെ മിനിസ്റ്റേഴ്സ് സെമിനാറിൽ ഒരു സെഷനിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ച പാസ്റ്റർ ഷാജി ഇടമൻ, അങ്ങനെയുള്ള എല്ലാ ദൈവദാസന്മാരോടും അവരുടെ ശുശ്രൂഷകൾക്കായി പ്രത്യേകാൽ ഈ സമയത്ത്
ഇവിടെ ഇല്ലാത്തവരെയും അവരുടെ അഭാവത്തിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ മധ്യയായിരിക്കുന്ന ദൈവദാസന്മാരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. നമ്മുടെ സെക്ഷൻ പ്രിസ്പിറ്റേഴ്സ് നമ്മുടെ ഈ സമ്മേളനങ്ങളുടെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചു. എല്ലാ സെക്ഷൻ പ്രിസ്പിറ്റേഴ്സിനെയും അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചതിനും ഈ വലിയ കൂട്ടായ്മയുടെ വിജയത്തിനായി ഭൗതിക മേഖലയിലൊക്കെ അവർ കാണിച്ച ഉത്സാഹം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്, എടുത്തു പറയേണ്ടതാണ്. എല്ലാ സെക്ഷൻ പ്രിസ്പിറ്റേഴ്സിനും പ്രത്യേകിച്ചുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൺവെൻഷനിലും ഇന്ന് പൊതുസഭായോഗത്തിലും ദൈവജനം വന്നതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെട്ടത്. വളരെ ദൂരെ യാത്ര ചെയ്ത് വളരെ സാമ്പത്തിക ചെലവുകളൊക്കെ സഹിച്ച് ആത്മീക കൂട്ടായ്മയെ വിലമതിച്ച് ഇവിടെ കടന്നു വന്ന മലബാറിന്റെ കാസർഗോഡ് ജില്ല മുതൽ പാലക്കാട് ജില്ല വരെയുള്ള എല്ലാ ജില്ലകളിലുമുള്ള നമ്മുടെ വിശ്വാസ സമൂഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ വന്നത് വളരെ വളരെ അനുഗ്രഹമായി. ഇത്രയും ദൈവജനത്തെ ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ദൈവജനത്തിന് പ്രത്യേകാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ സഹോദര സഭകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ നടന്ന മീറ്റിംഗിൽ വന്ന് സംബന്ധിച്ച ദൈവദാസന്മാർ, ദൈവജനം എല്ലാവരെയും യേശു കർത്താവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇവിടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊയറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് ദാസൻ പാസ്റ്റർ സാജൻ മാത്യു, പീറ്റർ വർഗീസ് തുടങ്ങിയ ദൈവദാസന്മാരുടെ നേതൃത്വത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവം നമുക്ക് നൽകി. ഇന്ന് പകലും ദൈവം അവരെ ഉപയോഗിച്ചതിന് എല്ലാ ടീം അംഗങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം തുടർന്നും അവരെ തന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കട്ടെ. ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമുകൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുവാൻ നമ്മുടെ മധ്യേ കടന്നു വന്ന വിക്ടറി മീഡിയ അതിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ വിൽസൺ, അദ്ദേഹത്തോട് ചേർന്ന് UK നിന്ന് കടന്നു വന്ന ബഹുമാന്യ ദൈവദാസൻ, സഹോദരങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഡിസ്ട്രിക്ട് കൗൺസിലിന് വേണ്ടിയുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ലൈറ്റ് സൗണ്ട് അറേഞ്ച്മെന്റുകൾ വളരെ ഭംഗിയായി ചെയ്തു തന്ന പുഷ്പ സൗണ്ട്സിനോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ എല്ലാ പ്രോഗ്രാമിന്റെയും വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് അവിടെയുള്ള സൗണ്ട് സിസ്റ്റമാണ്. വളരെ മനോഹരമായ ഈ ദിവസങ്ങൾ എല്ലാ ശുശ്രൂഷകളിലും ആ പ്രിയപ്പെട്ടവർ ആത്മാർത്ഥമായി നമ്മളോട് സഹകരിച്ചു. പ്രത്യേകിച്ച് അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ കൺവെൻഷൻ നടത്തുവാൻ ഈ ഗ്രൗണ്ട് നമുക്ക് വിട്ടുതന്ന ബേബി മറൈൻ ആ ഗ്രൂപ്പിന്, പ്രത്യേകിച്ച് അതിന്റെ ഉടമസ്ഥർക്കുള്ള പ്രത്യേക നന്ദി നമ്മൾ ഈ സമയത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. ഈ പന്തൽ വളരെ മനോഹരമായി നമുക്ക് വേണ്ടി ക്രമീകരിച്ചു തന്ന മൊയ്തീൻ കോയ ആൻഡ് അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾ, അവരോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ നടക്കുന്ന പ്രോഗ്രാമിന് ആവശ്യമായ മൈക്ക് പെർമിഷൻ നമുക്ക് തന്ന പോലീസ് അധികാരികളോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ പ്രത്യേകമായി നന്ദി പറയേണ്ട മറ്റൊരു കൂട്ടം ആളുകൾ നമ്മുടെ ട്രിനിറ്റി ബൈബിൾ കോളേജിലെ വിദ്യാർത്ഥികളാണ്. വളരെ അഹോരാത്രം ഈ ദിവസങ്ങളിലെ ശുശ്രൂഷയുടെ വിജയത്തിനായിട്ട് സഹോദരന്മാർ ഇവിടെ കഠിനാധ്വാനം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവരെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രി ഞങ്ങൾ 1 മണിക്ക് ഇവിടെ വരുമ്പോഴും ആ സഹോദരന്മാർ ഉറക്കളച്ച് ഇതിനു വേണ്ടി അറേഞ്ച്മെന്റ്സുകൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സഹോദരന്മാരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമ്മുടെ ഓഫീസ് സെക്രട്ടറി രാജ്മോഹൻ വളരെ ഈ വിഷയത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് സഹകരിച്ചതിന് മുമ്പിൽ നിന്ന് പല കാര്യങ്ങൾ വളരെ കഠിനാധ്വാനം ആ ദൈവദാസൻ നടത്തി. പ്രിയ സഹോദരനോടുള്ള ദൈവദാസനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സബ് കമ്മിറ്റികളിൽ പ്രവർത്തിച്ച ദൈവദാസന്മാർ, അവരെ വിശേഷാൽ അഭിനന്ദിക്കേണ്ടതുണ്ട്. നമ്മുടെ സെക്ഷൻ പ്രിസ്പിറ്റേഷന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ എല്ലാ സബ് കമ്മിറ്റികളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവരെ പ്രത്യേകാൽ ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ വാളണ്ടിയേഴ്സ്, അതിന് നേതൃത്വം നൽകിയ പാസ്റ്റർ സജിത്തം, പാസ്റ്റർ KB ചാണ്ടി, ഫുഡിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർ EB ജോൺ, പാസ്റ്റർ ജോൺ കുഞ്ഞുമോൻ, കഴിഞ്ഞ രാത്രിയിലൊക്കെ ദൈവദാസന്മാർ, അവരുടെ നേതൃത്വത്തിലുള്ള സഹോദരങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്തത് കൊണ്ടാണ് ഇത്രയും ആളുകൾക്കുള്ള ഭക്ഷണം ഇപ്പോൾ ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പബ്ലിസിറ്റി ഈ മീറ്റിംഗിന്റെ വിജയകരമായ നടത്തിപ്പിന്റെ ഒരു പ്രധാന ഘടകമാണ്. പാസ്റ്റർ PY ഗീവർഗീസ്, പാസ്റ്റർ PT തോമസ് എന്ന ഈ ദൈവദാസന്മാർ നമ്മുടെ സെക്ഷൻ പ്രിസ്പിറ്റേഴ്സാണ്. അവർ വളരെ ആത്മാർത്ഥമായി ദിവസങ്ങളോളം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. ആ ദൈവദാസന്മാരെ വിശേഷാൽ അഭിനന്ദിക്കുന്നു. അക്കോമഡേഷന്റെ കാര്യങ്ങൾ നിർവഹിച്ച പാസ്റ്റർ ഹെൻസിൽ ജോസഫ്, പാസ്റ്റർ VK ജെയിംസ് തുടങ്ങിയ കർത്തൃദാസന്മാരെ പ്രത്യേകാൽ അഭിനന്ദിക്കുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്തൃമേശയുടെ ക്രമീകരണങ്ങൾ ഭംഗിയായി നിർവഹിച്ച പാസ്റ്റർ AJ തോമസ്, പാസ്റ്റർ ശശി ജോസഫ് തുടങ്ങിയുള്ള കർത്തൃദാസന്മാർ എല്ലാവരെയും, നമ്മുടെ സബ് കമ്മിറ്റികളിൽ ധാരാളം മേഖലകളിൽ പ്രവർത്തിച്ചവരുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇവരെ എടുത്തു പറഞ്ഞത് വളരെ അധ്വാനം ഈ ദൈവദാസന്മാർ
ഈ സമ്മേളനത്തിന് വിജയകരമായ നടത്തിപ്പിനായി അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അവരെ പ്രത്യേകാൽ കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മധ്യേ കടന്നു വന്ന് ആശംസകൾ അറിയിച്ച കർത്താവിൻ്റെ ദാസന പ്രിയ റസൽ സാർ, അതുപോലെ പ്രിയ സണ്ണി എലഞ്ഞമറ്റം തുടങ്ങിയുള്ള പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മറ്റാരെയെങ്കിലും വിട്ടുപോയെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഈ ശുശ്രൂഷകളുടെ വിജയത്തിന്റെ പിന്നിൽ ചെറുതോ വലുതോ ആയ ഒരു പങ്ക് വഹിച്ചവരാണ്. നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറിക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. തൻ്റെ ശ്രമകരമായ ഉത്സാഹം ഇതിൻ്റെ നടത്തിപ്പിന് ഉണ്ടായിരുന്നു. പ്രത്യേകാൽ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി, ഈ ഗ്രൗണ്ട് നമുക്ക് അനുവദിച്ചു തരുന്ന ബേബി മറൈൻ ഗ്രൂപ്പിൻ്റെ അതിൻ്റെ എല്ലാമായ ബാബു ചായനാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും മലബാറിലെ അസംബ്ലീസ് ബോർഡ് സഭകൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ അദ്ദേഹത്തെ ഓർത്ത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാമോ, ഈ ഒരു ഗ്രൗണ്ടിന് ഈ ദിവസങ്ങൾ വേറെ എത്രയോ പാർട്ടിക്കാരുണ്ട്. ഈ ഒരു ദിവസത്തെ ഈ ഗ്രൗണ്ടിൻ്റെ വാടക നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ്. പക്ഷേ ഈ വർഷങ്ങളിലെല്ലാം ദൈവവേലയെ സ്നേഹിച്ച് അവർ ഈ സ്ഥലം നമുക്ക് സൗജന്യമായി അനുവദിക്കുക. വേറെ ആർക്കും ഈ ആനുകൂല്യം അവർ കാണിക്കാറില്ല. അസംബ്ലീസ് ബോർഡ് നമ്മുടെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ അവർ കാണിക്കുന്ന ഈ ആനുകൂല്യം ചെറുതല്ല. ദൈവരാജ്യത്തെ അവർ അത്ര കണ്ട് സ്നേഹിക്കുന്നു. മർത്തോമ വിശ്വാസികളാണ്. അവർ വലിയ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരാണ്. നമ്മെ സ്നേഹിപ്പാൻ അവർ കാണിക്കുന്ന താൽപര്യതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ബാബു ചായൻ ഫാമിലി എന്ന് ഓർത്താൽ മതി. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ മാത്യു ജോർജ് ഞാൻ വളരെയധികം ഹൃദയത്തോട് അടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു ദൈവദാസനാണ്. എനിക്ക് വളരെ ബഹുമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്ന് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ പ്രയാസം തോന്നുന്നതായിരിക്കും. ചിലപ്പം കോടാലി പോലെ ദൈവം വചനം ഉപയോഗിക്കും നമ്മെ രൂപാന്തരപ്പെടുത്താനാണ്. എപ്പോഴും അനുഗ്രഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒക്കെ വാക്കുകൾ കേൾക്കുന്ന നമുക്ക് ചിലപ്പോൾ ഇതൊരു അല്പം ഒരു അസഹ്യതയാ പോലെ ചില രംഗങ്ങളിൽ തോന്നാം. പക്ഷെ ദൈവം നമ്മോട് സംസാരിച്ചു. അദ്ദേഹമല്ല, ദൈവമാണ് നമ്മോട് സംസാരിച്ചത്. കർത്താവിന് നമ്മോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് സംസാരിച്ചത്. അവൻ്റെ വരവെങ്കിൽ നാം ആരും കൈവിടപ്പെടാതിരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് അരുളി ചെയ്ത വചന നിമിത്തം കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഭക്ഷണത്തെ സംബന്ധിച്ച ഒരു ക്രമീകരണം അതിൻ്റെ ചുമതലക്കാരിൽ ഒരാളായ പാസ്റ്റർ ഇ.വി. ജോൺ 1-2 വാക്കുകൾ പറയും. 1 മിനിറ്റ് കൊണ്ട്. അസംബ്ലീസ് ഗോഡ് യോഗം കഴിഞ്ഞ എല്ലാവർക്കും ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് ഇവിടെ വന്ന എല്ലാവരും ഭക്ഷണം കഴിക്കണം. നമ്മുടെ സൂപ്രണ്ട് പറഞ്ഞതുപോലെ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞ നിർദ്ദേശപ്രകാരം രുചികരമായ ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കഴിക്കണം. ഭക്ഷണം ഇവിടെ ആവശ്യത്തിന് കൗണ്ടറുണ്ട്. തിരക്ക് കൂടണ്ട. ഇവിടെ വന്ന് നിങ്ങൾ ഈ ഹോളിൽ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കണം. ആരും വെയിൽ കൊണ്ട് നിൽക്കരുത്. അതിനുള്ള എല്ലാ ക്രമീകരണം അവിടെ ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് ബാഗ് ഈ സൈഡിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നിങ്ങളത് നിക്ഷേപിക്കുക. ഒടുവിൽ ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കണം. പ്രത്യേക ഒരു വാക്കിൽ ഒരു ഭക്ഷണത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഈ ഭക്ഷണം ക്രമീകരിച്ച് തന്നത് ഇവിടെയുള്ള നാണു എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ടീമാണ്. അവരാണ് ചോറും കറിയും നമുക്കുണ്ടാക്കി തന്നത്. അതുപോലെ ബത്തേരി സഭയിലെ നമ്മുടെ ലൂക്കോച്ചായനാണ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ചിക്കൻ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് കഴിച്ച് അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു നിമിഷം ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കിന്ന് നൽകപ്പെട്ടിരിക്കുന്ന ഭക്ഷണത്തിനായി സ്തോത്രം. അസംബ്ലീസ് ഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ നേതൃത്വത്തിൽ ക്രമീകരിച്ച ഈ ഭക്ഷണത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്.
കർത്താവ് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന ദൈവജനത്തിന്, ദൈവദാസന്മാർക്ക് ഒരുമിച്ച് കഴിച്ച് സന്തോഷത്തോടെ കടന്നു പോകേണ്ടതിന് ക്രമീകരിക്കപ്പെട്ട ഭക്ഷണത്തെ ദൈവം അനുഗ്രഹിക്കണം. അതിന് മുഖാന്തരങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ദൈവജനം സന്തോഷത്തോടെ ഭക്ഷിച്ച് പാനം ചെയ്ത് അവരുടെ ഭവനത്തിലേക്ക് പോകുവാനിടയാക്കണം. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ കരങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഒരറിയിപ്പൂടെ, കൈ കഴുകുന്നിടത്തുനിന്ന് ചില വാഹനങ്ങൾ അവിടെ കിടപ്പുണ്ട്, അത് മാറ്റിയിടണം. KL JBH 8341, KL 11 AY 1123, KL 10 1169. രണ്ട് കൂട്ടർക്കൂടെ നന്ദി ഒരു വാക്കിൽ ഞാൻ അറിയിക്കട്ടെ. കോഴിക്കോട് അസംബ്ലീസ് ബോർഡ് സഭ, അവിടുത്തെ സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ ഇതിൻ്റെ പിൻപിൽ അധ്വാനിച്ചിട്ടുണ്ട്. അവരോട് പ്രത്യേകം നന്ദി പറയുന്നു. വോളണ്ടിയേഴ്സായി അവർ സ്വയമേവ അവർ അറിഞ്ഞ് സഹകരിച്ച സഹോദരങ്ങളെ എല്ലാം അഭിനന്ദിക്കുക. നമ്മുടെ ഈ മുമ്പിലത്തെ കമാനം, നമ്മുടെ ഈ സ്റ്റേജിലെ ഈ ബോർഡ്, ഇവയെല്ലാം നമ്മുടെ ചേർച്ചിലെ ബ്രദർ ജയറാമിൻ്റെ പരിശ്രമ ഫലമാണ്. അസംബ്ലീസ് ബോർഡിൻ്റെ മലബാറിൽ പൊതുവായി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിയാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടാകില്ല. തന്നെയും അഭിനന്ദിക്കുവാൻ അവസരമെടുക്കുന്നു. എല്ലാവർക്കും നന്ദി നിങ്ങളുടെ പങ്കാളിത്തത്തിന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പാസ്റ്റർ KK തങ്കച്ചൻ ഈ അവസരം മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. സ്വർഗപിതാവേ, ഞങ്ങളുടെ രക്ഷിതാവും നാഥനുമായ യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹീതമായ കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മലബാറിലെ 6 ജില്ലകളിൽ പരന്നു കിടക്കുന്ന അങ്ങയുടെ ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ചൊരു സഭാരാധന ഇവിടെ വെച്ച് കൂടാടുകതിനായി സ്തോത്രം അർപ്പിച്ച അതേ ഭൂമിയിലെ സകല വിശുദ്ധന്മാർ ഞങ്ങൾക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരെന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഇവരെല്ലാം ശ്രേഷ്ഠരായി തീർന്നതിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ 25-ാം തീയതി മുതൽ ഇവിടെ വെച്ച് നടക്കുന്ന കൺവെൻഷനും സമാപന സമായോഗത്തിലും അവിടെ തിരുസാന്നിധ്യം ഇട്ടുകൊണ്ട് സമാധാനപരമായി തീർത്തതുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവേ, അടുത്ത ഒരു വർഷത്തെ കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കൂടി വരവന് ഞങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല കർത്താവേ. എങ്കിലും ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയുടെ അവസരങ്ങളെ അനുഭവത്തെ ഓർക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പടക് ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് നൽകിയ ആഹ്വാനത്തിനായി നന്ദി. അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യാത്ര പോകുന്ന മക്കളെ അങ്ങയുടെ നിഴലിൽ മറച്ച് അനുഗ്രഹിച്ച് സുരക്ഷിതമായി വീട്ടിലെത്തുവാൻ ശുഭകരമായ യാത്ര നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാധ്യമാകട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. നേതൃത്വം വഹിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൂപ്രണ്ടനായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിച്ചാലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം യേശു ക്രിസ്തുവിൻ്റെ തിരുകൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നിരന്തര സംസർഗവും കാവലും വാഴ്വുകളും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോട് മലബാറിലെ അസംബ്ലീസ് ബോർഡ് പ്രവർത്തനങ്ങളോട് കൂടെ നമ്മുടെ കർത്താവിൻ്റെ നാൾ വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്കത് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. പൂർവ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ ആരാധന കഴിഞ്ഞ് ഇതുപോലെയുള്ള പൊതുസമ്മേളനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവർ വിളിച്ചു പറയുന്ന ഉറക്ക പറയുന്ന സ്ലോഗൻ
ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, യേശു ക്രിസ്തു ചേർന്ന് പറയാം. ഞാൻ യേശു ക്രിസ്തു എന്ന് പറയും. നമുക്ക് ഒരുമിച്ച് പറയാം, പാപികളെ രക്ഷിക്കും. യേശു ക്രിസ്തു രോഗികളെ ആയില്ല. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു ക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. ചേർന്ന് പറയാം, തയ്യാറാകണം. ഉറപ്പോടെ, ദൃഢനിശ്ചയത്തോടെ, ഉച്ചത്തിൽ നമുക്ക് പറയാം, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു, യേശു ക്രിസ്തു, യേശു ക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. மகிமையும் உமக்கே, துதியும் உமக்கே, உமக்கே ஆராதனை, உமக்கே ஆராதனை. மகிமையும் உமக்கே, துதியும் உமக்கே, உமக்கே ஆராதனை, உமக்கே ஆராதனை. என்னை தாண்டிடுமே, உன் சமூகம் என்னை நடத்திடுமே. உன் கிருபை என்னை தாண்டிடுமே, உன் சமூகம் என்னை நடத்திடுமே. உன் வல்லமை என்னை எழுந்திடுமே, நான் தோற்று போவதில்லை. உன் வல்லமை என்னை எழுந்திடுமே, நான் தோற்று போவதில்லை. மகிமையும் உமக்கே, துதியும் உமக்கே, உமக்கே ஆராதனை, உமக்கே ஆராதனை. மகிமையும் உமக்கே, துதியும் உமக்கே, உமக்கே ஆராதனை, உமக்கே ஆராதனை. பாவமெல்லாம் மன்னிக்கப்பட்டதை உன்